25 വർഷമായത്രേ ബെർണാബുവിൽ ബയൺ വിജയിച്ചിട്ട്. അത് നേടിത്തരാൻ വിൻസെൻ്റ് കമ്പനിയും അതിന് ചുക്കാൻ പിടിക്കാൻ ട്രിക്കി ഗോളുമായി ദിയാസും ബാങ്കറുമായി ഹാരി കെയ്നും വേണ്ടി വന്നു. സാന്റിയാഗോയിലെ ചാമ്പ്യൻസ് ലീഗ് രാത്രി അത് പലപ്പോഴും റയലിനെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമാകുന്നതാണ് ചരിത്രം. എന്നാൽ ഇന്ന് ആ ചരിത്രത്തെ മാറ്റിക്കുറിക്കുന്നു. വെള്ളപുതച്ച ബെർണബു ഗാലറിയെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിൻസെൻ്റ് കമ്പനിയും പിള്ളേരും അയിഞ്ഞാടുകയാണ്. വാട്ട് എ മാച്ച്! ഗംഭീരം. രണ്ടിൽ അവസാനിച്ചത് ശരിക്കും ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കേണ്ടി വരും. അത്രയും ചാൻസുകൾ ബയൺ മ്യൂണിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുപരി മിസ്റ്റേക്കിലൂടെയും പൊസിഷൻ നഷ്ടപ്പെടുത്തിയുമൊക്കെ റയൽ വീണ്ടും ഒരുപാട് ചാൻസുകൾ ബയണിന് നൽകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. മാത്രമല്ല റയൽ അവിടെയൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മാനുവൽ ന്യൂയറിൻ്റെയും മൈക്കിൾ ഒലീസയുടെയും ഒക്കെ പ്രകടനം, ഒലീസ വിങ്ങിലൂടെ നടത്തുന്ന വിത്ത് ബോൾ റണ്ണുകൾ, ഷോട്ടുകൾ, അതൊക്കെ മത്സരത്തിൽ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതോടൊപ്പം മാനുവൽ ന്യൂയർ കളിയിലെ താരമാണ്. അയാൾ 40 വയസ്സുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ റയലിനെതിരെ ദാറ്റ് കൈൻഡ് ഓഫ് പെർഫോമൻസ് കാഴ്ചവെക്കുക, കളിയിലെ താരമാകുക എന്നൊക്കെ പറയുമ്പോൾ ഈ സ്റ്റിൽ ദർ. ബിനിയും എംബാപ്പയും ഒക്കെ മാറി മാറി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ദിസ് മാനുവൽ ന്യൂയർ ഒരു ചാൻസ് പോലും നൽകിയില്ല എന്നതാണ്. 79-ാം മിനിറ്റിൽ റയൽ ഒരു ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് മത്സരത്തിലേക്കൊരു കംബാക്ക് നടത്തുന്ന ഒരു പ്രതീതി നൽകുമ്പോൾ അവരുടെ ഫാൻസ്, മാഡ്രിഡിസ്റ്റുകൾ അവർക്ക് നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട്. സ്റ്റേഡിയം ഒന്നാകെ cheer ചെയ്യുന്ന മനോഹരമായ കാഴ്ച. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദേ കാൺഡ്. രണ്ടാം പാദം അലിയൻസിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്, അങ്ങ് ജർമ്മനിയിൽ. ബയൺ ഇതേ രീതിയിൽ കളിക്കുകയാണെങ്കിൽ റയൽ ഷുഡ് ചേഞ്ച് ദ ഗെയിം. ആരായിരിക്കും സെമി സ്ലോട്ട് ഉറപ്പിക്കുക?